ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 224. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 47-ാമത്തെ ക്ലാസ്സാണ്. അതിൽ മന്ത്രം 11 മുതൽ 13 വരെ. ഇതിൽ പരമാത്മാവിനെ പറ്റിയുള്ള പരാമർശമാണ്. ആദ്യം 11 എന്താണെന്ന് പറയുന്നതെന്ന് നോക്കാം. ഈ ജഗത്തിൽ ഏകമാത്രനായ പരമാത്മാവ് പൂർണ്ണനായി എല്ലാം അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ. അതായത് ഏകമാത്രനായ പരമാത്മാവ്, പരമാത്മാവിനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ഏകമാത്രനാണ്. അത് ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഉണ്ടായതെല്ലാണ് ദേവതകൾ. ആ ഈശ്വരൻ പൂർണ്ണമാണ്. ആ പൂർണ്ണനായ ഈശ്വരനിൽ നിന്നാണ് ഒരു ചെറിയ അംശം ഈ പ്രപഞ്ചമായി മാറിയത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇത് എല്ലാമായി മാറിയത്. അതുകൊണ്ട് ഈ എല്ലാ രൂപങ്ങളും അത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ രൂപം തന്നെയാണ്. നമ്മൾ സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ സ്വർണം അത് വളയാക്കിയാലും അത് വളയിലെന്ത് തന്നെയാണ്, സ്വർണത്തിൻ്റെ രൂപം തന്നെയാണ്, സ്വർണം തന്നെയാണ്. അത് വേറെ രൂപത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതിനെ മാലയാക്കിയാൽ അത് സ്വർണം തന്നെയാണ്, അത് വേറെ രൂപത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം എല്ലാ രൂപങ്ങളും അദ്ദേഹം തന്നെയാണ്. അങ്ങനെയുണ്ടായ രൂപങ്ങൾക്കാണ് നമ്മൾ ദേവതകൾ എന്ന് പറയുന്നത്. ഇതിന് രൂപവും ഭാവമൊന്നുമില്ല. രൂപവും ഭാവവും ഒന്നുമില്ലാത്ത ആ പരമാത്മാവിൽ നിന്നാണ് എന്തെല്ലോ രൂപമുള്ള നമ്മളായിട്ട് മാറിയിരിക്കുന്നത്. അതപ്പം ആ പരമാത്മാവ് തന്നെയാണ്. അതത് ഒരു രൂപത്തിൽ ഉണ്ടായി എന്നേ ഉള്ളൂ. അപ്പം ആ രൂപങ്ങളെല്ലാം അത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്നും ഭിന്നനായി ഒന്നുമില്ല. പരമാത്മാവിൽ നിന്നും ഭിന്നനായിട്ട് ഉള്ളതല്ല നമ്മളെല്ലാം പരമാത്മാവാണ്. സ്വർണത്തിൽ നിന്നും മാലയോ വളയോ ഉണ്ടായാൽ വളയും മാലയും ഒന്നും വ്യത്യസ്തമല്ല, എല്ലാം സ്വർണം തന്നെയാണ്. എന്നാൽ യാതൊരാൾ ഇതിനെ ഭിന്നമായി കാണുന്നുവോ അവൻ ജനന മരണ ചക്രത്തിൽ അകപ്പെടുന്നു. എന്നാൽ അതെല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ പറ്റാത്തവൻ, അതായത് സാധാരണ ബൗദ്ധികവാദികൾ, എല്ലാം വിഭിന്നമായി അവന് തോന്നുന്നുണ്ടെങ്കിൽ അവർ മായയിൽ അകപ്പെട്ടവനാണ്, അവൻ അജ്ഞാനത്തിൽ അകപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് അവന് പലതായി തോന്നുന്നത്. പലതായി തോന്നുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട്, നീ എന്നീ ചിന്തകൾ ഉണ്ടാക്കിയിട്ടാണ് അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാനാണ്. അവൻ ജനിച്ച് മരിച്ച് ആ ചക്രത്തിൽ അങ്ങനെ എപ്പോൾ ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നുവോ അതുവരെ ഇങ്ങനെ ജനിച്ച് മരിച്ച് കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. അല്ലേ? അതിൻ്റെ തൊഴിലാളികളാണ്, ആ പരമാത്മാവിൻ്റെ തൊഴിലാളികളാണ്. പരമാത്മാവ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ പോകുന്നു. അതിൽ ജോലി ചെയ്ത് അവരെ കൊണ്ട് അതുണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് മരിക്കുന്നു, ജനിക്കുന്നു, പിന്നെയും മരിക്കുന്നു, ജനിക്കുന്നു, അങ്ങനെ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് ജനന മരണ ചക്രത്തിൽപ്പെട്ട് അകപ്പെടും. ഇനി 12 അന്തരാമിയായിരിക്കുന്ന പരമേശ്വരൻ ഭൂതം ഭാവി വർത്തമാന സംഭവങ്ങളുടെ ഭരണാധികാരിയുമാണ്. അങ്ങനെ നാമായി മാറിയത് അത് തന്നെയാണ്. നമ്മിൽ ഇരുന്നു കൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്നതും ആ ശക്തി തന്നെയാണ്. അപ്പം നമ്മുടെ ഭൂതം കഴിഞ്ഞതും ഇപ്പോഴത്തേക്കും വരാനിരിക്കുന്നതുമായ എല്ലാ കർമ്മങ്ങളുടെയും അധിപതി ഭരണാധികാരി അദ്ദേഹമാണ്. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യണം, നാളെ ഭാവിയിൽ എന്ത് ചെയ്യണം, അതെല്ലാം അതാണ് തീരുമാനിക്കുന്നത്. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ സർവവ്യാപിയാണെങ്കിലും
ഹൃദയത്തിൽ അവൻ്റെ സ്ഥാനം ശ്രേഷ്ഠമായി. അവൻ സർവവ്യാപിയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം അതാണ് എല്ലാമായി മാറിയതെങ്കിലും ഈ പ്രപഞ്ചം മുഴുവനുള്ളതെല്ലാം അദ്ദേഹം തന്നെയാണെങ്കിലും അത് ഓരോ ജീവിയുടെ ഹൃദയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ജീവികളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിലൂടെ അത് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ നാഡികളിലൂടെ. അതിൻ്റെ സ്ഥാനം ശ്രേഷ്ഠമാണ്. അപ്പൊ അതിൻ്റെ എല്ലാം ഈ ശരീരം മുഴുവൻ ബ്രഹ്മം തന്നെയാണെങ്കിലും അത് നമ്മിലൂടെ ആക്ട് ചെയ്യുന്നത് ഹൃദയത്തിലായതുകൊണ്ട് ആ ഹൃദയത്തിലുള്ള അതിൻ്റെ സ്ഥാനം ശ്രേഷ്ഠമാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഹൃദയം മാത്രമാണോ അത്? എല്ലായിടവും അത് വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേക ഒരു ശ്രദ്ധയോടുകൂടി ഹൃദയത്തിൽ നിന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഹൃദയത്തിലുള്ള സ്ഥാനം ശ്രേഷ്ഠമാണ്. അവൻ സ്ഥൂല സ്വഭാവത്തോടും കൂടിയൊന്നുമല്ല. ആ പരമാത്മാവിന് സ്ഥൂല രൂപം അല്ലെങ്കിൽ സൂക്ഷ്മ രൂപം ഇങ്ങനത്തെ ഒന്നുമില്ല. അതിന് രൂപവും ഭാവമൊന്നും ഇല്ല. അവൻ സ്ഥിതിക്കനുസരിച്ച് എല്ലായിടവും അതിനതീതനുമാണ്. എല്ലായിടവും അതാണ് ഉള്ളതെങ്കിലും അത് അതിൽ നിന്നെല്ലാം അധീനനായിട്ട് മാറിയിട്ടാണ്, അതിനായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല നിൽക്കുന്നത്. അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ ശരീരത്തിൽ ഇവിടെ ചെറിയൊരു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കുരു ഉണ്ടായി എന്ന് വെച്ചോളൂ. നമ്മളത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷെ ശരീരം മുഴുവനായത് കൊണ്ടാണ്. ഇത്രയും വലിയ ശരീരത്തിൽ ഇവിടെ ഒരു ചെറിയ നമുക്ക് കാണാൻ പറ്റാതെ തന്നെ ഇപ്പോൾ മുഖത്ത് എനിക്ക് കണ്ണാടി ഉള്ളതുകൊണ്ടാണ് നോക്കാൻ പറ്റുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു കുരു ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. അതുപോലെയേ ഉള്ളൂ ഈ പ്രപഞ്ചം. അതുകൊണ്ട് അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയെങ്കിലും ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതിനൊരു താല്പര്യവുമില്ല. പക്ഷെ അത് തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. എറുപ്പിൻ്റെയും മനുഷ്യരുടെയും ഏറ്റവും ചെറിയ ഉറുമ്പിൻ്റെ ഹൃദയത്തിലും അതുണ്ട്, മനുഷ്യൻ്റെ ഹൃദയത്തിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്നല്ല, ഉറുമ്പിൻ്റെ ഹൃദയം എത്ര ചെറുതായിരിക്കും, അതിലും അതുണ്ട്, മനുഷ്യൻ്റെ ഹൃദയത്തിലും ഉണ്ട്. അപ്പോൾ അതിന് ഇത്ര അളവെന്നൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ചെറിയ ജീവിൻ്റെ ആണെങ്കിൽ അത്തരത്തിൽ അത് അവിടെ സ്ഥിതി ചെയ്യും, വലിയ ജീവിയാണെങ്കിൽ അത്തരത്തിൽ അത് സ്ഥിതി ചെയ്യും. അതിനപ്പോൾ അളവൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യർ ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യനാകിയാൽ മനുഷ്യർക്ക് മാത്രമാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുക. അതായത് ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയും ജനന മരണ ചക്രത്തിൽ നിന്ന് മതിയാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ജനിച്ചും മരിച്ചും പട്ടിയും പൂച്ചയായിട്ടെല്ലാം അങ്ങനെ ജനിച്ച് കൊണ്ടേയിരിക്കേണ്ടി വരും. ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. അതിൽ നിന്ന് ഒഴിയാണ്ടിക്കൽ നമുക്കതിൽ നിന്ന് ബ്രഹ്മത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മളെ മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കണം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് മനുഷ്യർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പം മനുഷ്യ ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യനാകിയാൽ പരമേശ്വരൻ്റെ ഫലപ്രാപ്തിക്കുള്ള സ്ഥാനം ഹൃദയമായി കാണുന്നു. അങ്ങനെ ഹൃദയത്തിൽ അതിനൊരു പ്രത്യേക സ്ഥാനം ഉള്ളത് കൊണ്ടാണ് മനുഷ്യര് ബ്രഹ്മസാക്ഷാത്കാരത്തിന് മനുഷ്യരെ പറ്റുള്ളൂ. അപ്പം മനുഷ്യരെപ്പോഴും ഹൃദയത്തിലേക്കാണ് അവൻ്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടേണ്ടത് ആ ഹൃദയത്തിലാണ്. കാരണം ആ ഹൃദയത്തിൽ നിന്നാണത് നമ്മളെ നാഡികളിലൂടെയെല്ലാം ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം തടുക്കണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ തന്നെ ബ്രഹ്മത്തിൽ പോയി ലയിക്കണം. ഇപ്രകാരം തൻ്റെ ഹൃദയത്തിൽ പരമേശ്വരനെ ദർശിക്കുന്നവന് പിന്നെ എല്ലാവരുടെ ഹൃദയത്തിലും അതിനെ ദർശിക്കുവാൻ പറ്റും. അപ്പം ആരെങ്കിലും ഒരാൾ തൻ്റെ ഹൃദയത്തിൽ പരമേശ്വരനെ ദർശിക്കാൻ പറ്റിയ
അതാണ് ആത്മീയതയിലേക്ക് തിരിയുന്നവൻ്റെ ലക്ഷണം. അവൻ പിന്നെ എല്ലാവരുടെ ഹൃദയത്തിലും ആ ഈശ്വരനെ ദർശിക്കും. അത് ഹിന്ദുവിൻ്റെ ഹൃദയമായാലും വേണ്ടിയില്ല, ഇസ്ലാമിൻ്റെ ഹൃദയമായാലും വേണ്ടിയില്ല, ക്രിസ്ത്യാനികളുടെ ഹൃദയമായാലും വേണ്ടിയില്ല, പട്ടിൻ്റെയും പൂച്ചേൻ്റെയും സ്ത്രീയുടെയും എല്ലാം ആയാലും അവരുടെ എല്ലാം ഹൃദയത്തിൽ അവൻ ആ പരമാത്മാവിനെ ദർശിക്കും. അവൻ പിന്നെ ആരെയും നിന്ദിക്കുകയില്ല. അങ്ങനെ അപ്പം ആത്മീയതയിലേക്ക് തിരിയുന്നവർ, ഈ സത്യം ഗ്രഹിക്കുന്നവർ, സനാതനധർമ്മം മനസ്സിലാക്കുന്നവർ പിന്നെ ഒരാളെയും നിന്ദിക്കുകയില്ല. പിന്നെയോ വെറുക്കുകയുമില്ല എന്ന് പറയുകയാണ്. അവൻ പിന്നെ ആരെയും വെറുക്കാനും പറ്റില്ല. അവൻ എല്ലാവരെയും ബ്രഹ്മമായി കാണാൻ നല്ല ലെവലിലേക്ക് ഉയർന്നു. അപ്പോൾ ആത്മീയവാദികൾ, സനാതനധർമ്മം പറയുന്നവർക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ നമ്മൾ അവരിൽ ഒരു പ്രത്യേകത ദർശിക്കും. അവർ എല്ലാവരെയും, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും, അവൻ്റെ ഹൃദയത്തിൽ അവർ ആ ഈശ്വരനെ ദർശിക്കും. എല്ലാം ബ്രഹ്മമായി കാണാൻ തോന്നും. അതായത് ആർത്തവമുള്ള സ്ത്രീ ആയാലും വേണ്ടിയില്ല, കൊച്ചുകുട്ടിയായാലും വേണ്ടിയില്ല, എല്ലാത്തിലും, പുരുഷനായാലോ സ്ത്രീയായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കും. ആത്മീയതയിൽ തിരിയുന്നവർ, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ, അത് ആ അർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാറ്റിലും ബ്രഹ്മമേ ദർശിക്കുകയുള്ളൂ. അല്ലാതെ പറയുന്നവരെല്ലാം എന്തെല്ലോ പറഞ്ഞ് നടക്കുന്നതായിട്ട് കണ്ടാൽ എൻ്റെ നചികേതസോട് പറയുകയാണ്, ഇതാണ് നീ ചോദിച്ച ബ്രഹ്മത്തെ പറ്റിയുള്ള വിവരണം. 13. മനുഷ്യഹൃദയത്തിൽ അങ്കുഷ്ടമാത്രയിലുള്ള പുരുഷൻ, ഒരു ചെറിയ അങ്കുഷ്ടമാത്രയിലാണ് ഹൃദയത്തിൽ അതുള്ളത്, ചെറിയ അളവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ പുരുഷൻ ഭൂതം ഭാവി വർത്തമാനം എല്ലാം നിയന്ത്രിക്കുന്നു. അവൻ്റെ കഴിഞ്ഞതും വരാൻ പോകുന്നതും ഇപ്പോഴത്തെ എല്ലാം ജീവിതത്തെ അതാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ചത് അതിന് ഒരു ലോകത്തെ സൃഷ്ടിക്കണം, അതിൽ പങ്കെടുക്കണം, ആ കർമ്മത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ട് അതിന് ആ കർമ്മം ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടിക്കുമ്പോൾ വെറുതെ സൃഷ്ടിച്ചങ്ങ് വിടുകയല്ല, അതും അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവനെ കൊണ്ട് ഓരോ സമയത്തും ഇന്ന ചെയ്യുമെന്ന് പ്രേരിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതാണ്. അപ്പം മനുഷ്യൻ ചിലപ്പം തെറ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാപമുണ്ടെങ്കിൽ പുണ്യമുണ്ട്. അപ്പം കാലം, പാപവും പുണ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂട്ടിയാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാലം മാറുമ്പോൾ ചിലപ്പോൾ ഇന്നുള്ള ശരി നാളെ തെറ്റായി മാറും. അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല ശരി ചെയ്യുകയാണെന്ന് വെച്ചോളൂ, ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെങ്കിൽ നാളെ ആ കാലം മാറുമ്പോൾ ഇത് ശരി തെറ്റായി, ഇതെല്ലാം തെറ്റായി വരികയാണെങ്കിൽ അന്ന് ഞാൻ എന്തായി മാറും? പാപിയായിട്ട് മാറും. കാരണം ഒരു കാലഘട്ടത്തിൽ അടിമ വ്യവസ്ഥിതി എല്ലാവരും അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇന്നോ അത് പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പം അന്നത് ശരിയാണ്, അന്നത് ഫോളോ ചെയ്യുന്നവർ ശരിയാണ്. ഇന്ന് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാലോ അവൻ അജ്ഞാനി, മണ്ടൻ എന്ന് പറയും. അപ്പം കാലം മാറുന്നതനുസരിച്ച് ശരി തെറ്റുകൾ മാറും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ശരിയാണെങ്കിൽ അത് പോസിറ്റീവ്. കാലം മാറുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊപ്പം തെറ്റായിട്ട് മാറും. അപ്പം നമ്മളെ പ്രവൃത്തി തെറ്റായിട്ട് വരും. അപ്പം ശരിയും തെറ്റുമൊന്നും യഥാർത്ഥത്തിൽ പാപമില്ല പുണ്യമില്ല എന്ന് അതുകൊണ്ടാണ് വേദം പറയുന്നത്. പാപമില്ല പുണ്യമില്ല, എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം കാലം ഏത് വേണോ അത് മാറ്റി മാറ്റി ഓരോ കാലത്തിനനുസരിച്ച് അതിന് സ്ഥിരതയൊന്നുമില്ല. ഇന്നത്തെ ശരി നാളത്തെ തെറ്റായി മാറും, ഇന്നത്തെ തെറ്റ് നാളെ ശരിയായിട്ട് മാറും. കാലമപ്പോൾ അതിനനുസരിച്ച് പ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ പാപിയും പുണ്യ ഉള്ളവനുമായിട്ട് അന്നത്തെ അവസ്ഥയിൽ നമ്മളെ വിലയിരുത്തി പോയാൽ മതി. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അപ്പം അവനാണ് ഭൂതം ഭാവി വർത്തമാനം എല്ലാം ചെയ്യിക്കുന്നതും അവൻ തന്നെയാണ് നമ്മളായിട്ട് വന്നത്, അവൻ തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോഴോ അവൻ ജ്യോതിർമയനാണ്.
അത് സൂര്യഗ്രഹങ്ങളിലൂടെയാണ് അവൻ ആക്ട് ചെയ്യുന്നത്, ജ്യോതിസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ സൂര്യൻ്റെയും അഗ്നിയുടെയും പോലെ ഉഷ്ണവും പ്രകാശവും അതിനില്ല. ജ്യോതിർഗോളങ്ങൾക്ക് ഇപ്പം സൂര്യനും ചന്ദ്രനും എല്ലാം എന്തുണ്ട്? വെളിച്ചമുണ്ട്. സൂര്യന് ചൂടുണ്ട്. പക്ഷേ സൂര്യൻ്റെ ആകർഷണ ബലത്തിന്, ചന്ദ്രൻ്റെ ആകർഷണ ബലത്തിന് എന്തില്ല? ചൂടും വെളിച്ചമൊന്നുമില്ല. അതുപോലെയുള്ള ഒരു ബലമാണ് ആര്? ഈ ഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്ന ബലമായിട്ട് കാണണം ആരുടെ? ആ പരമാത്മാവിൻ്റെ സ്വരൂപം. കാരണം സൂര്യനെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, പക്ഷേ ചൂടും വെളിച്ചത്തിലല്ല. ചൂടും വെളിച്ചമുണ്ട്, അത് ഭൗതികം. പക്ഷെ അതിൻ്റെ ആകർഷണബലം എന്നത് വരുമ്പോൾ അതിന് രൂപവും ഭാവമൊന്നുമില്ല, അല്ല കാണാനൊന്നും പറ്റില്ല, അത്തരത്തിലാണ്. പക്ഷെ ആ ഒരു സ്വഭാവമാണ് അതിനുള്ളത്. അതിന് ചൂടും വെളിച്ചമൊന്നും, ആകർഷണ ബലത്തിന് ചൂടും വെളിച്ചമൊന്നും ഇല്ല, ആ രൂപമല്ല. പക്ഷേ അത് സ്വയം പ്രകാശിക്കുകയും ചെയ്യും. സ്വയം പ്രകാശിക്കുന്ന ആകർഷണ ബലത്തിലൂടെയാണ്. ധൂമരൂപ പ്രകാശമില്ല, ധൂമം പുകയൊന്നും അതിനില്ല. അപ്പം ആ തരത്തിലൊന്നും അത് കാണരുത്. അതൊരു ശക്തിവിശേഷമാണ്, വിശുദ്ധ ജ്ഞാനസ്വരൂപമാണ്. അപ്പം അതിനെ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ, സയൻസിലൂടെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ, ശാസ്ത്രതത്വത്തിലൂടെ മനസ്സിലാക്കണം. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു ബലമാണ് അത്, ജ്ഞാനസ്വരൂപമാണ്. ദീപം കത്തുകയും അണയുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു വിളക്കാണെങ്കിൽ അണയും, കത്തിയണയുകയും ചെയ്യും. പക്ഷേ ഇത് എല്ലായ്പ്പോഴും നിലനിൽക്കും. ഈ ബ്രഹ്മത്തിന് മരണമൊന്നുമില്ല. അപ്പം ബ്രഹ്മത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇദ്ദേഹം ബ്രഹ്മം എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ഒരു വെളിച്ചമെല്ലാണെങ്കിൽ, ബലമാണെങ്കിൽ അത് ഉണ്ടാകുകയും ചെയ്യും, നശിക്കുകയും ചെയ്യും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു നാശവുമില്ല, ഉണ്ടായാലുമില്ല, അതെപ്പോഴും ഉണ്ട്. ഇത് വളരുന്നുമില്ല, കുറയുന്നുമില്ല, അതിൻ്റെ അളവ് കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല, അതിൻ്റെ പരിവർത്തനമൊന്നും സംഭവിക്കുന്നില്ല. അത് അന്നുള്ള മാതിരി തന്നെയാണ്. അത് ഏതോ ഒരു സ്വഭാവമുള്ളൊരു സംഗതിയാണ്. അത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. അപ്പം നചികേതസോട് പറയാണ് ഇങ്ങനെയെല്ലാമാണ് അതിൻ്റെ സ്വഭാവ വിശേഷം. നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ ഈശ്വരൻ. ഇനി അടുത്തതിൽ